കഷ്ടിപ്രസാദം. ഷഷ്ടിപ്രസാദം ഒന്നല്ലേ? കഷ്ടിപ്രസാദമാണ്, പക്ഷെ കഷ്ടിയുള്ളു. എല്ലാവർക്കും കഷ്ടിച്ചെത്തിക്കണം. ആയിക്കോട്ടെ, എത്തിക്കാം. അവിടെ തൊട്ട് കൊടുക്കും. ഞാനും തുറന്നോ? പിന്നെ ഡോക്ടർക്ക് നിർബന്ധമാണേ. പശുവിനോട്ട് കൊടുക്കും, പശുവിനോട്ട് കൊടുക്കും. ഭക്തിമാർഗത്തിലാണല്ലേ അതെ അതെ അതെ. അപ്പൊ തുടങ്ങിയല്ലേ? തുടങ്ങാം. അപ്പൊ കൈ കൂപ്പി പിടിക്കുക, അടുത്തേക്ക് വരുന്നിട്ട് കൈ കൂപ്പി നിൽക്കുക. അതെന്തിനാ? പ്രാർത്ഥന തുടങ്ങാൻ പോവാ. പ്രാർത്ഥനയൊക്കെ ഉണ്ടോ? പിന്നെ പ്രാർത്ഥനയിൽ അവസാനിച്ചില്ല. പിന്നെ ഉച്ചപ്പൂജ കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. എന്നാ ശരി. അപ്പൊ തുടങ്ങാല്ലേ? തുടങ്ങിക്കോ. കേരങ്ങൾ തിങ്ങുന്ന കേരള നാട്ടിൽ പണ്ടൊക്കെ നാൽക്കാലികൾ ഒരുപാടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ആടിന്റെ മെരിമേടും പശുവിന്റെ എല്ലാം പാൽ കുടിച്ചാണല്ലോ നമ്മൾ വളർന്നേ. പാൽ തരും പശുവിനെ വെളിയിൽ കിടത്തി നമ്മളെല്ലാം വീടിന്റെ ഏസിയിലുറങ്ങും. പശുവിന്റെ കറവക്ക് കുറവുണ്ടായെന്നാൽ അറവുകാർക്ക് വിറ്റ് കാശാക്കുമല്ലോ. ഇത്തരം പാവങ്ങൾ ഇനിയും തുടർന്നാൽ നാട്ടിലെ നാൽക്കാലികൾ നാടു വിട്ടോടും. ഓടല്ലേ 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 പശുവേ, ഓടല്ലേ 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 പോത്തേ, ഓടല്ലേ 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 എരുമേ, ഓടല്ലേ ഓടല്ലേ. ഓടല്ലോ ടെർസല്ലേ? ഓടല്ലേ ആടേ. നന്നായി, നല്ല പ്രാർത്ഥന. മനസ്സങ്ങനെ ശുദ്ധിയായി. മനസ്സിൽ ചാണകം നളിച്ച പോലെ. അതെല്ലേ?